മനോഹരമായ സ്മോൾ ടൗണിൽ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ലഗൂൺ സൈഡിലുള്ള റെസ്റ്റോറൻറ്റ് ഒന്ന് ഗൂഗിളിൽ കണ്ടായിരുന്നു. അപ്പം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കാം. നിങ്ങൾ നോക്കിയാൽ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കണ്ടോ, ഓരോ പ്രത്യേകത കണ്ടോ. ഈ സ്ട്രീറ്റ് ലൈറ്റ് എന്തോ വാമി വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കണ്ടോ, നല്ല പ്രത്യേകതയുള്ള സ്ട്രീറ്റ് ലൈറ്റില് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ വരുമ്പോൾ നല്ല വൈബായിരിക്കും ചിലപ്പോൾ. നല്ല രസമുണ്ട്. എന്തായാലും നമുക്ക് ലഗൂൺ ബീച്ചിന്റെ സൈഡിലേക്ക് പോകാം. അവിടെയാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത് കേട്ടോ. ഇവിടെ ഒത്തിരി ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയ മാളുണ്ട്, ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സീ ഫുഡാണ്, ലോക്കൽ സീ ഫുഡാണ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പോൾ അവിടേക്കാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആന്ന് നോക്കി. അതാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യപ്പെടുത്തുന്നത് കേട്ടോ. എല്ലാവരും വിചാരിക്കും ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെയാണെന്നാണ് എല്ലാവരും വിചാരം. പക്ഷെ ഇത് കണ്ടോ, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷറി വേണമെങ്കിൽ ലക്ഷറി സെറ്റപ്പാണ് കേപ്പ് ടൗൺ. പ്രത്യേകിച്ച് കേപ്പ് ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ലക്ഷറിയാണ്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും മിയാമി ബീച്ചിന്റെ സൈഡിലുള്ള സ്ഥലങ്ങളെല്ലാം ഏകദേശം ഈ ഒരു സെറ്റപ്പിലാട്ടോ. ആ ഒരു സെറ്റപ്പ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ കാരണം വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലും അല്ലാതെ സിനിമകളിലും ഒക്കെ മിയാമി എന്ന് പറയുമ്പോൾ കിട്ടാറില്ലേ, ആ ഒരു ഫീല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ. നമ്മൾ താമസിക്കുന്ന ഭാഗത്താണെങ്കിൽ ആ ഒരു ഗ്രീസ് ടച്ചുമായിരുന്നു. ലഗൂൺ ബീച്ചിലേക്ക് എത്തി, ലങ്ങബാൻ ലഗൂൺ ബീച്ചിലേക്ക് എത്തി. ഞങ്ങളിവിടെ ഒരു വർഷം മുമ്പ് ഞാനും മീനും കൂടി വന്നിരുന്നു. ഞങ്ങളിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടാട്ടോ പോയത്. അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് നടന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തു. നമുക്കിനി ഇറങ്ങി നടക്കാം. ചെറിയ ലഗൂൺ ബീച്ചും അതിൻ്റെ സൈഡുമാണ്. ലങ്ങബാൻ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഞാൻ നേരത്തെ ഹിസ്റ്ററി എല്ലാം പറഞ്ഞില്ലേ, ഇത് കണ്ടോ ലഗൂൺ ഇങ്ങോട്ട് കയറി കിടക്കുന്ന. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്കാണ് ശരിക്കും കടൽ പോകുന്നത്. കടലിങ്ങനെ കയറി കിടക്കുന്ന മനോഹരമായ സ്ഥലം കേട്ടോ. ശരിക്കും പിള്ളേർക്കും സർഫിങ്ങിന് പറ്റത്തില്ല, പക്ഷേ ആണെങ്കിൽ ശരിക്കും കൈറ്റിങ് ഞാൻ കണ്ടായിരുന്നു. കൈറ്റ്സ്, പിന്നെ ഫിഷിങ്, പിന്നെ കയാക്കിങ്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അതേ കണ്ടോ, റോക്കു ബീച്ച് റെസ്റ്റോറൻറ്റ്, ബാറ്, അങ്ങനെ ചില്ലിങ് വൈബുള്ള ഒരു സ്ഥലമാണത്. നല്ല ടൂറിസ്റ്റുകൾ, അതായത് വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്ന് സാറ്റർഡേ അല്ലേ, നല്ല ടൂറിസ്റ്റുകൾ വന്ന് എല്ലായിടത്തും നല്ല തിരക്കാണ്. വാമിക്കാണെങ്കിൽ ഇറങ്ങി നടക്കാൻ വേണ്ടി നടക്കാം. നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി നോക്കാം. നമ്മൾ പേളി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആട്ടോ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയത്. അപ്പം ആ റെസ്റ്റോറൻറ്റിൽ തിരക്കാട്ടോ കാണിക്കുന്നത്. ഇതാണ് പേളീസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ കയറാൻ വന്നിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്യാം. ഇങ്ങോട്ട് വരുമ്പം ഇത് കണ്ടോ, വാവ് സൂപ്പർ. ഇവിടെ പെറ്റ്സിനെയും കൊണ്ട് ആൾക്കാർ നടക്കുന്നുണ്ട്. പിന്നെ കണ്ടോ ലഗൂൺ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇത് കണ്ടോ, ചെറിയ പട്ടികളെയും അതിനൊക്കെ കൊണ്ട് ആൾക്കാർ എൻജോയ് ചെയ്യാൻ നടക്കുന്നുണ്ട്. ഇതാണ് ലഗൂൺ ബീച്ച് കേട്ടോ. ലഗൂൺ ബീച്ചിൻ്റെ മനോഹാരിത നോക്കിയാൽ വൈറ്റ് സാൻഡും ബ്ലൂ വാട്ടറും സൂപ്പർ. അങ്ങറ്റത്ത് ഷിപ്പും കാർഗോ ഷിപ്പും പാർക്ക് ചെയ്താക്കുന്നത് കാണാം. ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ വരുമ്പം ഫിഷിങ് ചെയ്യുന്നതാണ് കേട്ടോ. ഫിഷിങ് ഒക്കെ കാണാൻ പറ്റും. ഇത് കണ്ടോ, റോക്സി ബീച്ച് റെസ്റ്റോറൻറ്റും ഉണ്ട്, പേളീസും ഉണ്ട്. നമുക്ക് പേളീസിൽ കയറാം അല്ലേ. ഇതാണ് ഇത്തിരി കൂടി ലുക്ക്. പക്ഷേ ഫുഡ് ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഗൂഗിളിലൊക്കെ റിവ്യൂ നല്ലത് പേളീസിനാട്ടോ. ബൗബുവിനെ കണ്ടിട്ട് ബൗ ഇന്നാളെ ദിവസം ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾ ഫിഷ് വേസി കയറിയിട്ടാട്ടോ ഫിഷ് കഴിച്ചത്. അത് പെട്ടെന്ന് ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ പോയി. പക്ഷെ നല്ല ഫുഡായിരുന്നു. നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം ഇവിടെ എന്താ സ്പെഷ്യൽ എന്നുള്ളത്. ഞങ്ങളിവിടെ ഡിസൈഡ് ചെയ്തു റോക്സി ബീച്ചിൽ കയറാം. കാരണം പേളീസ് റെസ്റ്റോറൻറ്റിലെ ഫിഷിനേക്കാളും കൂടുതൽ വേറെ ഐറ്റംസ് ആണ്. നമുക്ക് ഇവിടെ കയറാം. അപ്പോൾ കഴിച്ച് ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ വൈബ് റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ഞങ്ങളത് സീറ്റിംഗ് Can we sit? That's it. It's a reserve. Okay, then we can use this one. Okay, നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ. മറ്റേ ടേബിളിൽ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് റിസർവ്ഡാണ്. നമ്മളിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചേ. അമ്മയ്ക്ക് അവർ ചെയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നടുക്കരുത്താന്ന് വിചാരിച്ചു വാമീനെ. വാമിക്ക് ചെയറൊക്കെ വന്ന് വാമി ഫുഡൊക്കെ കഴിക്കാനായിട്ട് സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വാമി ഇരിക്കും കേട്ടോ. ശരിക്കും നോക്കിയേ എന്ത് വ്യൂ ആ നോക്കി. നല്ല കിട്ടിക്കാറ്റ് വ്യൂ അല്ലേ. നല്ല അടിപൊളി കിട്ടിക്കാറ്റ് വ്യൂ അല്ലേ. വാമി ബിസി ലുക്കിംഗ് ആട്ടോ. എന്താണ് കഴിക്കുന്നത്? മീനുവാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി എന്ത് ഫുഡ് കഴിക്കാന്ന്. സുഷി കഴിക്കണോ? സുഷി വേണോടി? സുഷി വേണ്ട. ഓക്കെ, നമുക്ക് നല്ല ഫുഡ് പറയാം.
അതെ ഇവിടെ ആണെങ്കിൽ ചില്ലിങ് വൈബിന് വേണ്ടി ആൽക്കഹോളിക് മെനു ഉണ്ട്. ഫുഡ് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അവര് ഡ്രിങ്ക്സ് എടുത്തോണ്ട് വന്നു. മീനു ഒരു വാനില ഷേക്കാ പറഞ്ഞത്, വാമിക്കും അത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു സ്കൈ വോഡ്ക 2 ടോട്ട്സും വിത്ത് സ്പ്രൈറ്റും ആട്ടോ പറഞ്ഞത്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ നല്ല ആക്റ്റീവ് ബാറും എല്ലാ സെറ്റപ്പിലും നല്ല കിഡിലൻ ഓർഗനൈസ്ഡ് റെസ്റ്റോറൻ്റ് ആട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ അവിടെ, കണ്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡ് വരുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയ പഠിക്കാം. അതായത് കണ്ടോ, ഞാൻ സ്കൈ വോഡ്ക പറഞ്ഞതിൽ സ്പ്രൈറ്റ് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുഷി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. സുഷി ഞാനൊരു കാലിഫോർണിയ റോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാൽമൺ. അത് 4 പീസ്. അതൊന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ, അതിനു വേണ്ടി പറഞ്ഞേ. ഇതാട്ടോ നമ്മുടെ സുഷി വന്നിട്ടുണ്ട്. അപ്പം സുഷി നമ്മൾ ടേസ്റ്റ് ചെയ്യാം. എനിക്ക് ഈ സാധനം നല്ല ഇഷ്ടമാണോ. ഈ സാധനം നല്ല നീറ്റലാണ്, നല്ല കിട്ടില്ലെന്നാണ്. അപ്പൊ നമുക്ക് ചില്ലിങ് വൈബല്ല, അതുകൊണ്ട് തന്നെ കേട്ടോ ഇങ്ങനെ ചെയ്തത്. നമ്മൾ ഇതിന്റെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് നമ്മൾ എലൗഡല്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പൊ ആരും ഇത് അനുകരിക്കരുത്. നമ്മൾ സുഷി ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളൊരു സുഷി എടുത്തിട്ടുണ്ട്. ഇത് ലെസ് സോയാ സോസ്, ഇത് 2 സോയാ സോസ് തന്നെയാട്ടോ. ഇത് ലെസ് സോൾട്ടും ഇത് നോർമൽ സോൾട്ടും ആയിട്ടുള്ളതാണ്. നമുക്ക് ലെസ് സോൾട്ട് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, നല്ല അടിപൊളി കേട്ടോ. നമ്മുടെ സാൽമൺ ഉണ്ടല്ലോ, സാൽമൺ നല്ല വെണ്ണ പോലെ ഇതായിട്ട് പോകും. അറിയാലോ, റോ സാൽമൺ ആണ്. നല്ല ആവക്കാടോന്റെ പീസും വെച്ചിട്ടുണ്ട്. പിന്നെ ആ സ്റ്റിക്കി റൈസും, പിന്നെ പ്രത്യേകിച്ച് ആ സോയാ സോസിന്റെ ടേസ്റ്റ് ആണ് വരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ, സൂപ്പർ. അപ്പൊ ഗൈസ് ഇനു കേസ്, അപ്പൊ കേസ് ഒരു സിപ്പ് എടുക്കട്ടെ. അടിപൊളി. മീനു സുഷി കഴിക്കാനായിട്ട് പോകുവാണ്. മീനുവിന് മറ്റേ സാധനം യൂസ് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് മീനു ഫോർക്ക് എടുത്തത്. മീനു സുഷി, മീനിന് ആദ്യം സുഷി ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, പിന്നെ ഇപ്പൊ നല്ല ഇഷ്ടം. എങ്ങനെയുണ്ട്? നല്ല ഫ്രഷ് സാധനല്ലേ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? ഈ സംഭവത്തിന് ഭയങ്കര നീറ്റില്ല കേട്ടോ. പിന്നെ ഇത് ജിഞ്ചറാണ്, പക്ഷെ ആ സാധനത്തിന് ഭയങ്കര നീറ്റില്ല. പക്ഷെ എങ്ങനെയുണ്ട് ടേസ്റ്റ്? സാൽമണിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? സാൽമണിന്റെ ടേസ്റ്റ് നല്ലതാണ്. അപ്പൊ ഞങ്ങളുടെ ഫുഡ് വന്നു കേട്ടോ. ഞങ്ങൾ പറഞ്ഞിരുന്നത് പ്ലേറ്റ് ഫോർ 1 ആണ് സീ ഫുഡ്. അതിൽ 6 പ്രോൺസ് ഉണ്ട്, പിന്നെ സ്ക്വിഡിന്റെ ഹെഡ് ഉണ്ട്, പിന്നെ മസിൽസും, പിന്നെ ഫ്രൈയും, പിന്നെ കുറച്ച് ചീസും ആണ് വന്നിരിക്കുന്നത്. ഇത് ഇവരുടെ സ്പെഷ്യാലിറ്റി ആട്ടോ. പിന്നെ ഇത് വാമിക്കുള്ള ഫുഡ്, അതായത് ഹേക്ക് ഫിഷിന്റെ നഗറ്റ്സും പിന്നെ കുറച്ച് ഫ്രൈസും ആണ് ഇവിടെ കിട്ടിയത്. അപ്പൊ വാമിക്ക് നഗറ്റ്സ് നല്ല ഇഷ്ടമാണ്. ഇതിൽ മുള്ളൊന്നും ഉണ്ടാവില്ല, ഫില്ലറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന നഗറ്റ്സ് ആട്ടോ. അപ്പൊ ഈ നഗറ്റ്സ് കൂട്ടിയിട്ട് വാമി കഴിക്കാൻ പോവുകയാണ്. ഞങ്ങളാണെങ്കിൽ ഈ ഫുഡും കഴിക്കാൻ പോവുകയാണ്. ഇതാണ് സീ ഫുഡ് കേട്ടോ. നല്ല കിട്ടില്ല സീ ഫുഡ് ആയിരിക്കും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? നല്ലതായിട്ട് തോന്നണല്ലേ? ഇത് ഹേക്ക് ഫിഷ് ആട്ടോ. ഇത് ഹേക്ക് ഫിഷിന്റെ ഫില്ലറ്റ് ആണ് ഇവര് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കിയേ, വാവ്, അല്ലേ? അപ്പൊ കഴിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി, ഈ പേസ്റ്റിലെ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ഇതിനെ വസാബി പേസ്റ്റ് എന്നാട്ടോ പറയുന്നത്. വസാബി പേസ്റ്റ് ആണ്. പിന്നെ ഇത് ജിഞ്ചർ ആണ്. പിന്നെ ഇത് അറിയാലോ, സുഷി. അപ്പം ഈ വസാബി പേസ്റ്റ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഭയങ്കര സ്പൈസി ആണ്. നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഭയങ്കര നീറ്റലാട്ടോ വസാബി. അപ്പൊ ഈ വസാബി എന്ന് പറഞ്ഞ ഈ സാധനം നമ്മൾ ഈ മെയിൻ ആയിട്ട് ഫിഷിന്റെ ഐറ്റംസിൽ ഉപയോഗിക്കുന്നത്. അത് ഫിഷ് സേഫ്, അതായത് ഈ ചെയ്യാൻ സേഫ്റ്റി ആണ്. പിന്നെ ഡൈജഷനും അത്യാവശ്യം നല്ല രീതിയിൽ നടക്കും. അതുകൊണ്ടാണ് ഈ വസാബി നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. വാമി ഫുഡ് കഴിച്ചു. വാമിയുടെ ഫുഡ് ഏകദേശം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി. വാമിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫിഷ് നഗറ്റ്സ് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ഫിഷ് നഗറ്റ്സ് ആണ് വാമി കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങള് വാമിക്ക് ഇത് ചിലർ വിചാരിക്കും ഇത് ഹെൽത്തി ആണോന്ന്, പക്ഷെ വാമിക്ക് ഇത് അങ്ങനെയൊന്നും കൊടുക്കാറൊന്നുമില്ല. വാമിനെ ഇപ്പൊ ഇങ്ങനെ ട്രിപ്പ് വന്നപ്പം ആൾക്ക് കഴിക്കാനായിട്ട് തോന്നി, അതുകൊണ്ടാട്ടോ കൊടുത്തത്. അല്ലാതെ ഫ്രൈഡ് ഫുഡൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഇത് ഫിഷ് കഴിക്കുന്നുണ്ട് അവള്. ഇത് ഹേക്ക് ഫിഷ് ആണ്, അത് സേഫ് ആണ് പിള്ളേർക്ക് കഴിക്കാനായിട്ട്. ഞങ്ങളുടെ ഫുഡ് ഇവിടെ ഇരിക്കുന്നു, ചൂടാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വാമി കഴിക്കട്ടെ. വാമി ഹാപ്പി അല്ലേ? എന്തോ വാമി നല്ല സന്തോഷം കേട്ടോ. ഒന്ന് ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. വാമി ഏകദേശം കഴിച്ചു. വാമിയുടെ ഉപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്തിരി ഇവിടെ ലെമൺ വെച്ചിട്ടുണ്ട്. ആ ലെമൺ നമുക്ക് ഇതിലോട്ട് ഇത്തിരി ഒഴിച്ചിട്ട്, നല്ല കിടിലാണ്ടോ. ഞാൻ ആദ്യം വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് മീനുവിനും കൂടി വേണ്ടിയിട്ട് ഒരു പ്ലേറ്ററാണ് പറഞ്ഞിരുന്നത്. അപ്പം ആദ്യം വീഡിയോ എടുത്തിട്ട് വേണം മീനുവിന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ
മസില്. ആദ്യം തന്നെ നമുക്ക് മസിൽ പിടിക്കാം. ഇതെന്നാ സാധനം എന്നറിയോ? അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത്. നമ്മുടെ ഷെല്ലില് തന്നെയാണ് ഇത് ചീസ് വെച്ചിട്ടേ. കുറച്ച് നേരം ആയതുകൊണ്ട് ഇതിപ്പോ വരാനായിട്ടില്ലെങ്കിൽ നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വരേണ്ടതാണ്. ചീസ് ഇത്തിരി കട്ടായിട്ടുണ്ട്. മുടി ചൂടുണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ സാധനം. എന്നാൽ ചീസിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട്. ഇത് സ്ക്വിഡിന്റെ ഹെഡ് ആണ്. സ്ക്വിഡിന്റെ ഹെഡ് കണ്ടോ? അത് കൂന്തലിന്റെ ഹെഡാണ് ഫ്രൈ ചെയ്താക്കുന്നത്. സൂപ്പർ. പിന്നെ ഇവിടെ പ്രോൺസ് വെച്ചിട്ടുണ്ട്, എഗ്ഗ് ഉണ്ട്, ചിപ്സ് ഉണ്ട്. ചിപ്സ് ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ അതേ ഇവിടെ കുറച്ച് കൊളസ്ട്രോളും വെച്ചിട്ടുണ്ട്. സൂപ്പർന്നും പറഞ്ഞാൽ പോരാ. ഈ സീ ഫുഡിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ. എല്ലാ ദിവസവും കഴിക്കാന്നല്ല പറഞ്ഞത്, കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇനി കുറച്ച് എഗ്ഗ്. നല്ല സൂപ്പർ അടി. പഞ്ഞു പോലെ പഞ്ഞു പോലെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ആ പഞ്ഞു പോലെ ഇരിക്കുന്നത് ഇത് പില്ലറ്റാണ്, അതുകൊണ്ട് മുള്ളൊന്നും ഉണ്ടാവില്ല. കൊച്ചുങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. കേക്ക് പിന്നെ കേക്ക് ഇഷ്ടമാണ്. നാട്ടിലേതില്ല കേട്ടോ. നാട്ടില് ഇല്ല ഈ സാധനം. വേറെ എവിടെയെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അടിപൊളി. ഇനി നമുക്ക് പ്രോൺസ് നമുക്ക് കയ്യിലെടുത്താണ് കഴിക്കേണ്ടത് കേട്ടോ. ഞാനിത് ഇവിടെ വെക്കാം. ഇതിവിടെ വെച്ചിട്ട് ഒരു പ്രോൺസ് എടുത്തിട്ട് കണ്ടോ ചൂടാറി പോയിട്ടോ. കാരണം മാമിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ട്. സൂപ്പർ. അടിപൊളി. കിട്ടില്ല. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. കാരണം വീഡിയോ എടുത്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇവിടെ ഭയങ്കര ആൾക്കാരായിട്ടുണ്ട്. അപ്പൊ ഫുഡ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നു. ഞാൻ കഴിച്ചത് നിങ്ങൾ കണ്ടല്ലോ. മീൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബാമി ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി. മീൻ എങ്ങനെ ഉണ്ടായിട്ട് ഫുഡ്? സൂപ്പർ ഫുഡല്ലായിരുന്നേ. അപ്പൊ ഫുഡെല്ലാം സൂപ്പർ ആയിരുന്നു കേട്ടോ. തനി നമുക്ക് ലോക്കൽ സീ ഫുഡ് ട്രൈ ചെയ്യണമെന്നാണ് ആഗ്രഹമായിരുന്നത്. പക്ഷെ ഒരു സ്ഥലത്തും റിസർവേഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ലോക്കൽ സീ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വേറൊരു സംഭവം തന്നെയാണ് കേട്ടോ. ആ ഗ്രില്ല് ചെയ്തിട്ട് ചെറിയ ഫിഷൊക്കെ ഉണ്ടാകും അതില്. അപ്പം ഇനി ഞങ്ങള് ലങ്ങവാൻ ലഗൂൺ ബീച്ച് വരെ ഒന്ന് വന്നു. ഇവിടെ നിന്നിട്ട് ഇനി വൈകുന്നേരം ആകുന്നതിന് മുമ്പ് നമ്മുടെ അവിടെ പോയിട്ട് വേണം. അവിടെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ കാസിനോയും കിഡ്സിന്റെ സംഭവങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം ചെയ്യണം. വാമിക്ക് ഫുഡൊക്കെ കൊടുത്ത് വാമിക്ക് ഇറങ്ങാൻ വേണ്ടി, മാമിനെ ഒന്ന് ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. വാമിക്ക് കുറച്ച് നേരം മണലിലൊന്ന് കളിക്കണം. അതിനുവേണ്ടി വന്നതാ. അപ്പൊ കാണിച്ചു തരാവേ. ഞാൻ അങ്ങോട്ട് ക്യാമറ തിരിക്കാം കേട്ടോ. ഇത് നോക്കിക്കേ. ഓ എന്നാലേ സൂപ്പർ. ഇത് കണ്ടോ വൈറ്റ് സാൻഡ് ആണേ. ഇങ്ങനെ കിടക്കുവാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല അങ്ങ് കിലോമീറ്ററോളം കിടക്കുന്നുണ്ട് ശരിക്കും. ഇവിടെ എനിക്കൊന്ന് വണ്ടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും തോന്നുന്നുണ്ട്. കാരണം ഇവിടെ താന്നൊന്നും പോകുന്നില്ല. ഇത് കണ്ടോ തിരമാലില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് കടല് അവിടെ നിന്ന് കടലിങ്ങോട്ട് കയറി കിടക്കുന്ന തടാകം പോലെ കയറി കിടക്കുന്നതാണ് ലഗൂൺ ബീച്ച് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പിള്ളേർക്ക് കുളിക്കാനും ഫിഷിങ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നിന്നിട്ട് ആൾക്കാർ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചൂണ്ടിട്ട്. അപ്പം ഫിഷിങ് ചെയ്യാനും എല്ലാത്തിനും നല്ല പറ്റിയൊരു സംഭവമാണ്. അവിടെ കണ്ടോ ആ മല ചെറിയൊരു കുന്നു പോലെ കിടക്കുന്നില്ല. അതൊരു ഐലൻഡ് പോലെ അങ്ങ് കിടക്കുക. ഇവിടെ ബോട്ടിങ്ങും സ്പീഡ് ബോട്ടിങ്ങും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇന്ന് ഇപ്പൊ ഈ സമയമായതുകൊണ്ടാണെന്ന് അറിയില്ല. കുറച്ചേരം കൂടി നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ വരും. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ നല്ല അടിപൊളിയല്ലേ. വാവ് സൂപ്പർ. നല്ല ക്വയറ്റ് ആൻഡ് പീസ് ആണ്. അതാണ് സെറ്റപ്പ്. അത് കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ നല്ല തിരക്കാകും. ഇവിടെ വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളും എല്ലാവരും വന്നിട്ട് പിള്ളേരെയും കൊണ്ടുവന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കും കേട്ടോ. മാമി ബാ. എവിടെ വെള്ളം എവിടെ വെള്ളം? ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതാണ് മാമീനെ തൊപ്പിയൊക്കെ ഇടിപ്പിച്ചാക്കുന്നത്. കാരണം നല്ല തണുപ്പുണ്ട്. വെള്ളത്തിന് തണുപ്പുണ്ടോന്ന് അറിയുന്നില്ല. ഞങ്ങൾ നോക്കിയല്ലോ വെള്ളത്തിന്റെ തണുപ്പ്. പക്ഷെ മൊത്തത്തിൽ നല്ല തണുപ്പുണ്ടല്ലേ. ഇത് കണ്ടോ
സാധാരണ കേപ്പ് ടൗണെ വെച്ച് നോക്കുമ്പോഴേ അറ്റ്ലാന്റിക് ഓഷ്യൻ സൈഡിലെ കേപ്പ് ടൗണിൽ നല്ല തണുപ്പാണ്. ഇവിടേക്ക് മാറുമ്പം കുറച്ച് തണുപ്പ് കുറവാണെന്നാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്തു. അവിടെ ഈ ഒരു അപ്പച്ചനും അമ്മച്ചിയും നടന്നു പോവാണ് അവരുടെ പട്ടീനെ കൊണ്ടിട്ടോ. അപ്പൊ മാമി അവിടെ നിന്നിട്ട് ബൗബൂന്ന് ഇത് മാമി അതിന്റെ പുറകെ പോവുക. ഇങ്ങണ്ടോ മാമീനെ ബീച്ചിൽ ഇറക്കട്ടെ? ഭയോ മാമീനെ ബീച്ചിൽ ഇറക്കണം ഞങ്ങൾക്ക്. അപ്പൊ ഗൈസ് അങ്ങനെയാണ് വിശേഷങ്ങള്. അപ്പൊ ഞങ്ങളുടെ ലങ്കാബാൻ ചെറിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയ വീഡിയോ ആയിട്ട് എടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ എപ്പിസോഡുകളായിരിക്കും. നിങ്ങൾക്കും അതായിരിക്കും താല്പര്യം എന്ന് അറിയാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. കമന്റ് വളരെ വിലപ്പെട്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന്റെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ളത് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അങ്ങനെ അതാണ് വിശേഷങ്ങൾ. അപ്പോ മീനു, 1 life live it. അതെ, 007 live in the moment. മാമിക്കുട്ടി ഇവിടെ അലമ്പ് തുടങ്ങിയിട്ടുണ്ട്. മണലൊക്കെ എടുത്ത് കള്ളിപ്പെണ്ണെ ഒരു ഹായ് പറഞ്ഞേ, ഒരു ബൈ പറഞ്ഞേ മാമി, ഒരു ബൈ പറഞ്ഞേ, ഒരു ബൈ പറഞ്ഞേ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും അതെ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തോട്ടോ പെട്ടെന്ന്. അപ്പൊ ഗൈസ് നേരത്തെ നമ്മൾ രാവിലെ കണ്ടില്ലായിരുന്നോ ആ ചെറിയ ട്രെയിൻ ഇവിടെ ലോക്കലി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എടുത്തേക്കുന്നേ? നോക്കിയാ നല്ല രസമല്ലേ? അടിപൊളി സാധനം കേട്ടോ, നല്ല ഭംഗിയുണ്ട് അത് പോകുന്ന കാണാൻ. മാമിക്കുട്ടീനെ ഞങ്ങള് തൊപ്പിയൊക്കെ ഇടിപ്പിച്ച് മാമിക്കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നു. മാമിക്കുട്ടീനെ ബീച്ചിൽ ഇറക്കാൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പൊ.